ത്രിഭാഷാ നയം നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ കഴിവിന്റെ പരമാവധി ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെതിരായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനുമിടയിൽ ഈ വിഷയം ഒരു തർക്കമായി വളർന്നിരിക്കുകയാണ്. അതേസമയം ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആരോപണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഹിന്ദിയുടെ ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിരവധി ബഹുജന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ നടന്നിട്ടുള്ളതാണ്. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന പാർട്ടിയാണ് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്ന DMK. ദ്രാവിഡ കക്ഷിയുടെ രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുതന്നെ ഈ പ്രക്ഷോഭങ്ങൾ വഹിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വീണ്ടും ഹിന്ദിക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മറ്റൊരു ഭാഷാ യുദ്ധത്തിന് തമിഴ്നാട് തയ്യാറാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ഏറ്റവും അധികം ഇടഞ്ഞു നിൽക്കുന്നത് തമിഴ്നാടാണെന്ന് പറയാം. തമിഴ്നാട് ഈ നയം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. തമിഴും ഇംഗ്ലീഷും മാത്രമുള്ള ദ്വിഭാഷാ നയമാണ് അവർ പിന്തുടരുന്നത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്കൂളുകളിൽ ഹിന്ദി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ നയം അവഗണിക്കുന്നുവെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഹിന്ദിക്ക് വേണ്ടി ആദ്യം വാദിച്ചവർ കോൺഗ്രസ് നേതാക്കളായിരുന്നു. അവർ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഹിന്ദിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. 1949 ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചു. സംസ്കൃതവുമായി ബന്ധമുള്ള ഹിന്ദിയാണ് അവർ പ്രോത്സാഹിപ്പിച്ചത്. ഇത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഹിന്ദി രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും സംസാരിക്കുന്ന ഭാഷയാണെന്ന് അവർ വാദിച്ചു. ഹിന്ദിക്ക് ഹിന്ദുമതവുമായി ബന്ധമുണ്ടെന്നും അവർ പറഞ്ഞു. 1925 കോൺഗ്രസ് ഇംഗ്ലീഷിന് പകരം ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചു. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഹിന്ദിയെ പിന്തുണച്ചു. ഇത് പ്രാദേശിക ആശയവിനിമയം എളുപ്പമാക്കുമെന്നും ദേശീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുമെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ ഹിന്ദിക്ക് ദേശീയ ഐക്യം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളായി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തെക്കേ ഇന്ത്യയിൽ ഹിന്ദി അവിടുത്തെ ജനതയ്ക്ക് പരിചയമില്ലാത്ത ഭാഷയായിരുന്നു. അന്നേ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നിരുന്നു. ഭാഷാ വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് പഴയ സോവിയറ്റ് യൂണിയനിൽ റഷ്യൻ ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഉക്രൈൻ, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അവരുടേതായ ഭാഷകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഭാഷയുടെ പേരിൽ വലിയ വില നൽകേണ്ടി വന്ന രാജ്യമാണ്. ഉറുദുവും പഞ്ചാബിയും മറ്റു ഭാഷക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് ഇതിന് കാരണം. ഇത് ബംഗാളി സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാൻ, ഉറുദു, പഞ്ചാബി സംസാരിക്കുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും വേർപിരിയാൻ കാരണമായി. ഭാഷാപരമായ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങളെ തകർക്കും. ഇത് പലപ്പോഴും രാജ്യത്ത് വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് കാരണമാകും. 1930 മുതൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ തമിഴ്നാട് എതിർത്തിട്ടുണ്ട്. 1960 ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കോൺഗ്രസിന് ഇന്ന് ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടി വാദിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നത് അത്രമേൽ എളുപ്പമല്ല. അതിനെ എതിർക്കുന്നവർക്കൊപ്പം നിലകൊള്ളുകയും എളുപ്പമല്ല. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഹിന്ദിയെ പാടെ എതിർത്താൽ അത് വടക്കേ ഇന്ത്യയിൽ ദോഷം ചെയ്യുമെന്ന് നേതൃത്വം മനസ്സിലാക്കുന്നു. ഹിന്ദിക്ക് വേണ്ടി വാദിച്ചാൽ ദക്ഷിണേന്ത്യയിൽ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധികളെ പറ്റിയും കോൺഗ്രസിന് ധാരണയുണ്ട്. BJPയുടെ അവസ്ഥയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായുള്ള ഇപ്പോഴത്തെ തർക്കത്തിൽ BJP കൂടുതൽ കടുത്ത നിലപാട് എടുക്കാൻ കഴിയില്ല. കാരണം അവർക്ക് തെക്കേ ഇന്ത്യയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെയാണ് അവർ കരുക്കൾ നീക്കുന്നത്. ത്രിഭാഷാ ഫോർമുലയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ പഴയ നയങ്ങളും BJPയുടെ ഇപ്പോഴത്തെ നിലപാടുകളും വിമർശിക്കപ്പെടേണ്ടതാണ്. ഒരു ഭാഷയും ആരിലും അടിച്ചേൽപ്പിക്കേണ്ടതില്ല. അതേസമയം ഏതെങ്കിലും ഭാഷ പഠിക്കാൻ താല്പര്യമുള്ളവരെ തടയേണ്ടതുമില്ല. ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കട്ടെ. അതിന് അവർക്ക് അവസരമുണ്ടാകട്ടെ. ഹിന്ദി പഠിച്ചതുകൊണ്ട് നേട്ടമല്ലാതെ കോട്ടമൊന്നും സംഭവിക്കാനില്ലല്ലോ. പ്രാദേശിക ഭാഷയ്ക്കും ഇംഗ്ലീഷിനും ഒട്ടും പ്രാധാന്യം കുറയ്ക്കേണ്ടതില്ല. ഹിന്ദിക്ക് അമിത പ്രാധാന്യം നൽകേണ്ടതുമില്ല.